നമസ്കാരം. 36 വർഷങ്ങൾക്ക് ശേഷം കശ്മീരിലെ ശ്രീനഗറിൽ അമ്പലമണികൾ വീണ്ടും മുഴങ്ങുകയാണ്. കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ ജന്മദേശത്തേക്ക് തിരികെ എത്തുകയാണ്. എന്തിനാണ് അവർ അവിടെ ഒത്തുകൂടിയത്? നൂറുകണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ ഒത്തുകൂടി. ഒരു അമ്പലത്തിലെ ചടങ്ങുകൾക്കായിട്ടായിരുന്നു. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഇതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെടുത്താൽ നിരന്തരം അമ്പലമണികൾ മുഴങ്ങിക്കൊണ്ടിരുന്ന പ്രദേശമായിരുന്നു ശ്രീനഗർ. ശ്രീനഗരം എന്നുള്ളത് തന്നെ ഐശ്വര്യത്തിൻ്റെ നഗരം എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കശ്മീരി പണ്ഡിറ്റുകളുടെ പലരുടെയും ജന്മദേശമാണ് ശ്രീനഗർ. അവരവിടെ ഐശ്വര്യത്തിൻ്റെ ആ സ്ഥാനത്ത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ അമ്പലങ്ങൾ പണിയിക്കുകയും ആശ്രമങ്ങൾ പണിയിക്കുകയും അവിടെ പൂജാതി കർമ്മങ്ങളുമായി സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരായിരുന്നു. 36 വർഷങ്ങൾക്ക് മുൻപ് 1990-ൽ പാകിസ്ഥാൻ്റെ പൂർണ്ണ പിന്തുണയോടെയും സഹായത്തോടു കൂടിയും ഭാരത സർക്കാരുകളുടെ നിരന്തരമായി ഭാരതത്തെ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരുകളുടെയും ജമ്മു ആൻഡ് കാശ്മീർ ഭരിച്ചുകൊണ്ടിരുന്ന അബ്ദുള്ളമാരുടെയും മൗനാനുവാദത്തോടു കൂടിയും ചിലപ്പോഴൊക്കെ പരസ്യമായ സഹായത്തോടു കൂടിയും ജിഹാദികളുടെ അഴിഞ്ഞാട്ടം 1990-കളിൽ കശ്മീരിൽ തുടങ്ങി. കശ്മീരി പണ്ഡിറ്റുകൾക്ക് കൂട്ടപ്പലായനം ചെയ്യേണ്ട ഒരു ഗതികേട് ഭാരതത്തിലുണ്ടായി. റലീവ് ഗലീവ് ഛലീവ്, ഇസ്ലാമിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ നാട് വിട്ട് ഓടിക്കൊള്ളുക, കൂട്ടപ്പലായനം ചെയ്തുകൊള്ളുക എന്ന രക്തം മരവിപ്പിക്കുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ജിഹാദികൾ കശ്മീരിൽ അഴിഞ്ഞാടിയപ്പോൾ ജീവൻ രക്ഷാർത്ഥം കുടുംബത്തെയും സ്വന്തം ജീവനെയും എല്ലാം സംരക്ഷിക്കുവാൻ വേണ്ടി അന്നോളം സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച്, ജന്മനാടിനെ ഉപേക്ഷിച്ച് കശ്മീരി പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തുന്നത് വരെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പരിഹാരം കണ്ട് കശ്മീരി പണ്ഡിറ്റുകൾക്ക് ജന്മനാട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയെ ഭാരതീയർക്കില്ലായിരുന്നു, കശ്മീരി പണ്ഡിറ്റുകൾക്കൊട്ടുമില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് ഏറെ നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുകയും കശ്മീരിലെ ഭീകരവാദികളെ ഏതാണ്ട് പൂർണ്ണമായും അടിച്ചമർത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പൂർണ്ണമായും കശ്മീരിൽ നിന്നുള്ള ഭീകരവാദികൾ പൂർണ്ണമായും അടിച്ചമർത്തിപ്പെട്ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കശ്മീരിലെ ഭീകരവാദ പ്രവർത്തനം പൂർണ്ണമായും അമർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം അപ്പുറത്ത്, നമ്മുടെ അതിർത്തിക്കപ്പുറം ഭീകരവാദം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ഒരു ഭീകരവാദ രാഷ്ട്രം പാകിസ്ഥാൻ നിലകൊള്ളുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനൊരു പരിഹാരം പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുകയോ മറ്റ് അത്തരത്തിലുള്ള നടപടികളിലൂടെ മോദി സർക്കാർ കണ്ടെത്തുന്നത് വരെ അത്ര കാലമേ ഉള്ളൂ അതിനായുസ്. പക്ഷേ എന്നാലും ഇപ്പോഴും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആ എരുതിയിലേക്ക് എണ്ണ പകരുവാൻ പാകിസ്ഥാൻ അവിടെ തയ്യാറായി തന്നെ നിൽപ്പുണ്ട്. അവരെ സഹായിക്കുവാനുള്ള ജിഹാദികൾ ദൗർഭാഗ്യവശാൽ ഇന്നും കശ്മീരിൻ്റെ ഉള്ളിൽ തന്നെ പലരുമുണ്ട്. ജിഹാദി മനസ്സോടുകൂടി മോദി സർക്കാരിനെ ഭയന്ന് നിശബ്ദരായി സാധാരണക്കാരെ പോലെ കഴിയുന്നവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരക്കാർ അവിടെയുണ്ട്. എന്നിരുന്നാലും 1990-കളിൽ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇന്ന്. എന്തിനു പറയുന്നു? പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്തെ സ്ഥിതിവിശേഷവും മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ജമ്മു ആൻഡ് കാശ്മീർ മുഴുവൻ എന്ന് തന്നെ പറയാം. പാക് അധിനിവേശ കാശ്മീർ താമസിയാതെ നമ്മുടെ നിയന്ത്രണത്തിലാകുമെന്നും പ്രതീക്ഷിക്കാം. ഈ അവസരത്തിലാണ് നൂറുകണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വളരെ വികാരനിർഭരമായൊരു കൂടിച്ചേരലിനായി ശ്രീനഗറിൽ എത്തിച്ചേർന്നത്. ഹബാക്കടൽ എന്നാണ് അവർ ഒത്തുകൂടിയ പ്രദേശത്തിൻ്റെ പേര്. ഹബാക്കടൽ ഭഗവാൻ ഗോപിനാഥ് ആശ്രമം ചരിത്ര പ്രാധാന്യമുള്ളൊരാശ്രമമാണ്, അമ്പലവുമാണ്. ആ അമ്പലത്തിൽ നിരന്തരമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനകളും സത്സംഗമങ്ങളും എല്ലാം നടന്നിരുന്നു 1990 വരെ. അതിനുശേഷം 36 വർഷങ്ങൾ ആ അമ്പലമണികൾ ചലിച്ചിട്ടില്ല, അവിടെ നാമജപങ്ങൾ ഉയർന്നിട്ടില്ല, ഭജനുകളുടെ മധുര സംഗീതം ഉയർന്നിട്ടില്ല. തീർത്തും നിശബ്ദമായൊരു പ്രേതഭൂമിയായിരുന്നു ഹബാക്കടൽ. ഭഗവാൻ ഗോപിനാഥ് ആശ്രമം മാത്രമല്ല, ആ ഹബാക്കടൽ പ്രദേശത്തുള്ള നിരവധി അമ്പലങ്ങളുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. ജിഹാദി പേടിയിൽ ഭയന്ന് കഴിഞ്ഞുകൂടിയിരുന്ന ജനങ്ങൾ ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിൽ, ആരും ബാക്കിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഓർമ്മകളുടെ ഭയത്തിൽ കഴിഞ്ഞിരുന്ന നിശബ്ദരായ
അമ്പലമണികൾ അല്ലെങ്കിൽ നിശബ്ദമാക്കപ്പെട്ട അമ്പലമണികൾ എന്ന് വേണമെങ്കിൽ കാവ്യാത്മകമായി പറയാം, സാഹിത്യ ഭാഷയിൽ പറയാം. അത്തരത്തിലായിരുന്നു അവിടുത്തെ അവസ്ഥ. പക്ഷേ കശ്മീരി പണ്ഡിറ്റുകൾ, ഭഗവാൻ ഗോപിനാഥ ആശ്രമം ഇപ്പോൾ നവീകരിക്കപ്പെട്ടിരിക്കുന്നു, പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു, തകർക്കപ്പെട്ടിരുന്നു. അത് കാരണം ജിഹാദികൾ അമ്പലം കണ്ടാൽ വെറുതെ ഇരിക്കില്ലല്ലോ, തകർക്കുമെന്നുള്ളത് ഉറപ്പല്ലേ. പുനർനിർമ്മിക്കപ്പെട്ട ഭഗവാൻ ഗോപിനാഥ ആശ്രമത്തിലേക്ക് പൂജാതി കർമ്മങ്ങൾക്കായി കശ്മീരി പണ്ഡിറ്റുകൾ മടങ്ങിയെത്തുക മാത്രമല്ല, പലരും വികാരനിർഭരമായ സ്വരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് 1990കളിലെ സ്ഥിതികൾ ഗതിയല്ല ഇന്ന് എന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, ഉറപ്പായും പറയുവാൻ കഴിയും. കാരണം അന്ന് നാട് വിട്ടോടുമ്പോൾ 7 വയസ്സുള്ളവരുണ്ടായ മാത്രം ഉണ്ടായിരുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ, 17 വയസ്സുണ്ടായിരുന്നവർ ഉണ്ട് ഈ കൂട്ടത്തിൽ, 20 വയസ്സുണ്ടായിരുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അവരെല്ലാം പറയുന്നത് അന്നത്തെ സ്ഥിതിയല്ല ഇന്ന്. അന്ന് നിങ്ങളൊരു പക്ഷേ എന്നോട് ഇത്തരത്തിലൊരു ചോദ്യം മൈക്ക് നീട്ടി ചോദിച്ചിരുന്നെങ്കിൽ, എങ്ങനെയുണ്ട് കശ്മീരിൻ്റെ സ്ഥിതിഗതികൾ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം പറയുവാൻ, സംസാരിക്കുവാൻ പോലും ഒരു പക്ഷേ എനിക്ക് ഭയമുണ്ടാകുമായിരുന്നു. ഒരു കാര്യം അവരുറപ്പിച്ച് പറയുന്നു, 1990കളിലെ സ്ഥിതികളല്ല, 90കളിലെ സ്ഥിതിയല്ല ഇന്ന് കശ്മീരിൽ. എന്തിന്, പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോഴുള്ള ഭയാനക അവസ്ഥ പോലുമല്ല. തീർത്തും കശ്മീരും പ്രത്യേകിച്ച് ശ്രീനഗറും മാറിയിരിക്കുന്നു. ജിഹാദികളുടെ താവളമായിരുന്ന ശ്രീനഗർ ഇന്ന് കശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന ഒരു നഗരമായി വീണ്ടും അവർക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഇപ്പോഴും നിരവധി ചുവടുകൾ അത്തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള അവരുടെ ഒരു തിരിച്ചുവരവിലേക്ക് ബാക്കിയുണ്ട്. മോദി സർക്കാർ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് പ്രധാനമായി വേണ്ടത് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഒരു വാശിക്ക് വേണ്ടി അവരെ തിരികെ അവിടെ കൊണ്ടെത്തിക്കുവാനുള്ളൊരു തീരുമാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ എത്തിക്കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ കൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനത്തിന് അവർക്ക് തുടക്കം കുറിക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആയിരക്കണക്കിന് കശ്മീരി പണ്ഡിറ്റുകളെ ശ്രീനഗറിലും കശ്മീരിലും മുഴുവനായി കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചിട്ട് ഒടുവിൽ അവർക്ക് നേരെ എന്തെങ്കിലും ഒരു ഭീകരാക്രമണം ഈ പഹൽഗാമിലുണ്ടായതുപോലെ ഉണ്ടായാൽ, കശ്മീരി പണ്ഡിറ്റുകളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് മോദി സർക്കാർ ഒരുക്കമല്ല. മോദി സർക്കാർ കശ്മീരി പണ്ഡിറ്റുകളെ പൂർണ്ണമായും കശ്മീരിലേക്കും ജമ്മുവിലേക്കും തിരികെ കൊണ്ടുവരുന്നത് ഈ കൂട്ടപ്പലായനത്തിന് കാരണമായ ജിഹാദികളുടെ തായ്വേരറുത്തിട്ടേ ഉണ്ടാകൂ എന്നുള്ളത് മോദി സർക്കാരിൻ്റെ തീരുമാനമാണ്. അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതും അതിനുശേഷം ഭീകരവാദത്തെ നിർദാക്ഷിണ്യം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇപ്പോൾ കാട് വളഞ്ഞ് 3 ഭീകരന്മാരെ ലഷ്കർ എ തൈബയുടെ പുതിയ കമാൻഡറെ വധിച്ചു എന്നുള്ളത് വാർത്ത പോലുമല്ലാതായിരിക്കുന്നു. ദൈനംദിനം നമ്മൾ കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് മാത്രമായിരിക്കുന്നു. ഒരു ജിഹാദി കൂടി ഹോറിഫൈഡായി എന്നുള്ള ഒരു വിനോദ വാർത്ത മാത്രമായിരിക്കുന്നു. അതല്ലായിരുന്നു കശ്മീരിലെ സ്ഥിതി. അത് കശ്മീരി പണ്ഡിറ്റുകൾ തന്നെ നമ്മോട് പറയുന്നു. അവരുടെ ആ ഒരു വികാരം മനസ്സിലാക്കണമെങ്കിൽ അവരുമായി നേരിട്ട് സംസാരിക്കണം. കശ്മീരിനെക്കുറിച്ച് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു കശ്മീരി പണ്ഡിറ്റിനെ, ഏത് ഭാഗത്ത് വെച്ചാണെങ്കിലും ഒരു കശ്മീരി പണ്ഡിറ്റിനെ കാണുകയാണെങ്കിൽ കശ്മീരിനെക്കുറിച്ച് അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ. അവരുടെ കണ്ണുകൾ ഈറനണിയുന്നത് നിങ്ങൾക്ക് കാണാം. കശ്മീരിൽ ജനിച്ച കശ്മീരി പണ്ഡിറ്റുകളുണ്ട്, ഒരുപക്ഷെ കശ്മീരിൽ ജനിക്കാത്ത പിൻതലമുറക്കാരുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ പലരും കശ്മീർ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവരെ പോലും കശ്മീരിൻ്റെ കഥകളും തങ്ങളുടെ പൂർവികരുടെ ഒരു മഹിമയും തങ്ങളുടെ പൈതൃകത്തിൻ്റെ ഒരു മഹത്വവും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇന്നും കശ്മീരി പണ്ഡിറ്റുകൾ തങ്ങൾ എന്നെങ്കിലും, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ മക്കളോ എന്നെങ്കിലും ജന്മഭൂമിയിലേക്ക്, തങ്ങളുടെ മാതൃഭൂമി എന്ന് പറയുന്നത് ഭാരതമൊട്ടാകെ അവരുടെ മാതൃഭൂമിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച്, കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്നൊരു ജനതയെ സംബന്ധിച്ച്, അവർ ജനിച്ച് വീണ മണ്ണുണ്ടല്ലോ, അതിൻ്റെ മാതൃത്വം കുറച്ച് അധികമായിരിക്കും. അതിൻ്റെ സ്മരണകളും ഒരു നല്ല ഓർമ്മകളും ദുഃഖകരമായ ഓർമ്മകളും ഒരു സന്തോഷകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങളുമെല്ലാം നമ്മളെക്കാൾ അവർ ഓർത്തു വയ്ക്കും. കാരണം സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഓർക്കും. പക്ഷേ ഒരു വികാരഭരിതമായിട്ടുള്ള ഓർമ്മകൾ സാധാരണക്കാർക്ക് കുറവായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്നൊരു ജനതയ്ക്ക് വികാരനിർഭരമായ ഓർമ്മകൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് സത്യം. ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു സത്യമാണത്. അതുകൊണ്ടത് പ്രേക്ഷകരോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. എന്തായാലും ഹബ്ബാക്കടലിലെ ഭഗവാൻ ഗോപിനാഥ് ആശ്രമത്തിൽ 100 കണക്കിന് കശ്മീരി പണ്ഡിറ്റുകൾ ഒരു ജിഹാദിയെയും ഭയക്കാതെ ഭജനകൾ പാടിയും
നാമജപം നടത്തിയും അമ്പലമണികൾ മുഴക്കിയും അവരുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ്. സ്ഥിരമായി അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി അവർ നരേന്ദ്രമോദി സർക്കാരിനെ ആത്മവിശ്വാസത്തോടെ ഉറ്റുനോക്കുകയാണ്. അവർക്ക് ആ വിശ്വാസം കശ്മീരി താഴ്വരയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുമെന്നുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിവ് തന്നെയാണ് എന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടപലായനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ തത്വമയി ന്യൂസിനെ പോലെ അപൂർവം ചില മാധ്യമങ്ങളല്ലാതെ മറ്റാരും അത്ര കാര്യഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാറില്ലെന്ന് മാത്രമല്ല പലപ്പോഴും മറച്ചു പിടിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഒപ്പം നിങ്ങളുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമയി ന്യൂസിൻ്റെ തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് 40-45% പേർ എല്ലാ വീഡിയോകളും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. കുടുംബത്തിൽ അംഗമാകൂ. കുടുംബത്തിൻ്റെ പുറത്തു നിന്ന് ഈ കുടുംബം എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രേക്ഷകനും ഒരു വിരുദ്ധാഭിപ്രായം തത്വമയി ന്യൂസിനെ കുറിച്ചുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ അറിയിക്കൂ. അപ്പോൾ എല്ലാവർക്കും കശ്മീരി പണ്ഡിറ്റുകളുടെ തിരിച്ചുവരവിനുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു. കശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന അവസാനമായി എൻ്റെ മനസ്സിൽ ഇന്നത്തെ ദിവസമുള്ളത് സ്ഥിരമായൊരു തിരിച്ചുവരവ്, കൂട്ടപ്പലായനത്തിൻ്റെ എല്ലാ ഓർമ്മകളും തുടച്ചു നീക്കി ഒരു ജിഹാദിയെയും ഭയക്കാതെ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ജന്മദേശത്തേക്ക് അല്ലെങ്കിൽ ജന്മപ്രദേശങ്ങളിലേക്ക് അവർ ജനിച്ചു വളർന്ന ഗ്രാമങ്ങളിലേക്ക് തിരികെ വരുവാൻ സാധിക്കട്ടെ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒട്ടാകെ അമ്പലമണികളും നാമജപങ്ങളും ഭജനകളും വീണ്ടും മുഴങ്ങട്ടെ. എന്തായാലും വീണ്ടും കാണാം. ഓട്ടപ്രദക്ഷിണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.